വാച്ച് ലിസ്റ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓഹരി വിപണി വെള്ളിയാഴ്ചയും പുതിയ ഉയരം കുറിച്ചു. നേരിയ നഷ്ടത്തോടെയാണ് ക്ലോസ് ചെയ്തതെങ്കിലും ആഴ്ചക്കാലയളവിൽ നേട്ടം നിലനിർത്തി തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിലെ വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണി പുതിയ റെക്കോർഡുകളിലേക്ക് ഉയരുമ്പോൾ ഓഹരികൾ കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങൾ പ്രകടമാകുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ അടുത്ത ആഴ്ചയിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന രണ്ട് ഓഹരികളെക്കുറിച്ചാണ് ഇത്തവണത്തെ വാച്ച് ലിസ്റ്റ് പരിശോധിക്കുന്നത്. ട്രെൻഡിംഗ് ആയ സുസ്ലോൺ എനർജിയും പൊതുമേഖലാ ഓഹരിയുമായ ഹഡ്കോയുമാണ് വിശദമായി പരിശോധിക്കുന്നത്. പിന്നെ പ്രകാശ്, സുസ്ലോണിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡ് എങ്ങനെയുണ്ട്? എന്താണ് ഈ സ്റ്റോക്ക് ചർച്ച ചെയ്യാനുള്ള കാരണം? ഇഫ് യു ബിലീവ് യു ക്യാൻ അച്ചീവ് എന്ന ഒരു നമുക്കിതിൽ ഒറ്റ വാക്കിൽ വേണ്ട സുസ്ലോണിൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റും. 95 സ്ഥാപിതമായ കമ്പനിയാണ്. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സെക്ടറിലാണ് അതിൻ്റെ പ്രവർത്തനം. റിന്യൂവബിൾ എനർജി, പവർ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ എന്നും എവർ ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സെക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തൊരു ഉൽപ്പാദകനെ സംബന്ധിച്ച് വിറ്റഴിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച് തലമുണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സെക്ടറിൽ വരുന്നു. 2005 ഈ ഒരു ഓഹരി ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ. അപ്പം അന്നൊരു ഇന്ത്യയുടെ ഈ സമീപകാലത്തിൽ ഒരു ബുൾ ഫേസിലോട്ട് കടക്കുന്നൊരു ഘട്ടം വരെ 2004 മുതൽ 2008 വരെയുള്ള. അപ്പോൾ ആദ്യ ഒരു ഫേസിലാണ് ഇവരുടെ ലിസ്റ്റിംഗ് വരുന്നത്. അന്ന് 35-40% പ്രീമിയത്തിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. അതിൽ ആ ഒരു സമയത്ത് തന്നെ ഒരു നല്ല ഒരു സൈസിലുള്ള ഒരു മിഡ് ക്യാപ് രീതിയിലുള്ള ഒരു കമ്പനിയായിട്ട് അതിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള രീതിയിൽ അതിൻ്റെ പ്രൈസ് വാല്യൂ ഒക്കെ വരുന്നുണ്ട്. അപ്പം അതിനുശേഷം തുടർച്ചയായിട്ട് മുന്നോട്ട് പോകുന്നു. ഇവരൊരു ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള സ്റ്റാർട്ടും ആ ഒരു അഗ്രസീവ് ബിസിനസ്സും ഒക്കെ കണ്ടിട്ട് തന്നെ ഐശ്വര്യ റായ്, സച്ചിൻ പോലെയുള്ളവർ ഇതിൽ ഇൻവെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകവേ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള രണ്ട് ധനസഹായങ്ങളായിരുന്നു ഇവർക്കൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തരുന്നൊരു ആത്മവിശ്വാസമുണ്ട്. കാര്യം മിനിമം റവന്യൂ, മിനിമം ബിസിനസ് എന്നൊക്കെ ഉള്ള. അപ്പോൾ അതിൽ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകവേ കമ്പനിക്ക് തോന്നി കൂടുതൽ അഗ്രസീവായിട്ട് ബിസിനസ് ചെയ്യണമെന്ന്. അങ്ങനെ അവർ ഓവർസീസ് മാർക്കറ്റിലൂടെ കടന്നു. ആ ഒരു ഘട്ടത്തിൽ അവിടുന്ന് ഡെറ്റ് റൈസ് ചെയ്തിട്ടാണ്, ഫണ്ട് റൈസ് ചെയ്തിട്ടാണ് ആ അക്വിസിഷനും കാര്യങ്ങളൊക്കെ നടത്തിയത്. അങ്ങനെ പോകവേ 2008 ഗ്ലോബലി തന്നെ മാർക്കറ്റുകളെ പിടിച്ചുലച്ച ആ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരുന്നു. അവിടെ ആ ഒരു സമയത്ത് ഇവർക്ക് കിട്ടിയിരുന്ന പല ഓർഡറുകൾ വിദേശത്ത് നിന്ന് വരുന്ന കണ്ടിട്ടാണ് അക്വിസിഷനൊക്കെ അവർ ശ്രമിച്ചത്. അപ്പോൾ അതിലൂടെ അഗ്രസീവായിട്ട് വളരാമെന്നൊക്കെയുള്ള പ്രതീക്ഷയോടാണ് അവർ പോയത്. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരുന്നു. അപ്പോൾ എന്ത് പറ്റി? ലഭിച്ചിരുന്ന ഓർഡറുകൾ മുടങ്ങി, പൈസ കിട്ടാനുള്ള ഡിലേ ആവുന്നു. അപ്പോൾ അങ്ങനെ ഒരു ക്രൈസിസ് അവിടെ ഫോം ചെയ്യുന്നു. ഇതിനോടൊപ്പം ഇതൊരു വശത്ത് നടക്കവേ തന്നെ എങ്കിലും അവർ ഇവർക്ക് ഷുവറായിരുന്നു. തുളസി തന്തി എന്നാണ് ഈ സുസ്ലോൺ എനർജിയുടെ സ്ഥാപകൻ. ഇന്ത്യൻ റിന്യൂവബിൾ എനർജിയുടെ ഫാദർ എന്നും പറയാം. 2000-കളിലൊക്കെ വിൻ മാൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന മനുഷ്യൻ തന്നെയാണ്. ഒരു ലെജൻഡറി തന്നെയാണ്, ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ വിഷയം അപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് ഫിനാൻഷ്യൽ സ്ട്രെസ് നേരിട്ടിട്ടും. പക്ഷേ 2012 സമയമൊക്കെ ആയപ്പോഴത്തേക്ക് അന്നത്തെ ഗവൺമെൻറ് ഈ രണ്ട് ധനസഹായങ്ങളുടെ കാര്യത്തിൽ ഒരു ഒരു നിലപാട് സ്വീകരിച്ചതോടെയാണ് ഇവർ ശരിക്കും പെട്ടുപോയി. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം വിചാരിച്ച ഓവർസീസ് എക്സ്പാൻഷൻ നടന്നുമില്ല. ഗവൺമെൻറ് ഭാഗത്തുള്ള സപ്പോർട്ട് കുറയോടെ ചെയ്തോടെ ശരിക്കും പെട്ടുപോയി. പക്ഷേ എന്നിരുന്നാലും ഇവർ പിടിച്ചു നിന്നു. കടബാധികൾക്ക് ഒരു രീതിയിൽ ഒരു ഭാഗത്ത് കടം കുമിഞ്ഞു കൂടുമ്പോഴും മുടങ്ങാതെയും ബാങ്ക്രപ്സിലോട്ട് പോകാതെയും പിടിച്ചേക്ക് അവർ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇഫ് യു ബിലീവ് യു ക്യാൻ അച്ചീവ് എന്നുള്ള ഞാൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കോർ ഒരു ബിലീഫ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സെക്ടറാണ്. ഇന്ത്യയിൽ അതിനുള്ള പ്രോമിസിംഗ് ആയിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പം അഗ്രസീവായിട്ട് പോയതിൽ അദ്ദേഹത്തിന് ചില പാളിച്ചകൾ പറ്റിയത് കറക്റ്റ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു. വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ആ ഒരു ഹോപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ്. അദ്ദേഹത്തിന് വിൽ പവർ ഇവിടെ എടുത്ത് പറയേണ്ടതാണ്. അങ്ങനെ 2015 ആയപ്പോഴത്തേക്കും വീണ്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഈ ധനസഹായങ്ങൾ, റിന്യൂവബിൾ എനർജിയുടെ, ക്ലീൻ എനർജി എന്നൊക്കെയുള്ള നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയൊക്കെ അങ്ങനെയൊക്കെയുള്ള കുറേ ക്യാമ്പയിൻ വന്നപ്പോഴത്തേക്കും വീണ്ടും ഈ ഒരു സെക്ടറിന് ഒരു ഉണർവ് കിട്ടി. ഇവർ പതുക്കെ ഡെറ്റ് കുമിഞ്ഞ് ഓടുകയായിരുന്നു. പക്ഷേ റീസ്ട്രക്ചർ ചെയ്യാനൊക്കെ ശ്രമിച്ച് അതൊരു സൈഡിൽ കൂടെ നടക്കുന്നു. വീണ്ടും ഗവൺമെൻറ് ഭാഗത്ത് ഇനിഷ്യേറ്റീവ് ഇട്ടോടെ തന്നെ അവർക്ക് ജീവശ്വാസം കിട്ടുന്നു. അതിൽ നിന്ന് പിടിച്ച് കയറുന്നു. അങ്ങനെ 2024 എത്തിയപ്പോഴത്തേക്കും കമ്പനിയുടെ ഒരു ഡെറ്റൊക്കെ ഓൾമോസ്റ്റ് അത് ഫ്രീ അക്കൗണ്ടിങ് ബേസിൽ അവർ കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ ഓർഡറുകൾ കിട്ടി. കമ്പനി വീണ്ടും ഒരു പഴയ പാതയിലേക്ക് വന്നു. ഈ തുളസി തന്തി കഴിഞ്ഞ വർഷം അദ്ദേഹം നിര്യാതനായി. അപ്പോൾ പുതിയ CEO വന്ന് അദ്ദേഹം വളരെ ചലനാത്മകമായും ഒരു ടോപ്പ് ക്വാളിറ്റി മാനേജ്മെൻറ്റും കാണിക്കുന്നതുകൊണ്ട് തന്നെ കമ്പനി വീണ്ടും ശക്തമായി മുന്നോട്ട് പോകുന്നു. ഇതാണ് കമ്പനിയുടെ ഒരു ചരിത്രം.
അപ്പം കമ്പനിയെ പറ്റി ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കമ്പനി ചെയ്ത കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മമായി പിന്തുടരേണ്ട ഒരു ആവശ്യം മനസ്സിലാക്കും. അങ്ങനെ നമ്മളൊരു ഫണ്ട് ലോക്ക് ചെയ്യപ്പെട്ടു, ഒരു 10-12 കൊല്ലത്തോളം നമ്മുടെ ആ ഫണ്ട് അത് ബ്ലോക്ക് ചെയ്യപ്പെട്ടതായിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ 53-54 രൂപ റേഞ്ചിലാണ് ഇത് ഓഹരി ട്രേഡ് ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ 460 ഇപ്പോഴത്തെ അഡ്ജസ്റ്റഡ് വാല്യൂ ഒക്കെ 460. അപ്പോൾ ഇപ്പോഴും ഒരു 1/10 ആണ് അതിൻ്റെ ഒരു സുവർണ്ണ കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ കമ്പനിയുടെ ഒരു ഷെയർ പ്രൈസ് ഇപ്പോഴും 10 ഉള്ളെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എന്തുമാത്രം അവർ സഫർ ചെയ്തിട്ടുണ്ട് ഇത്ര ലോങ് ടൈം ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ. പക്ഷേ നിലവിൽ ആ കമ്പനിയുടെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രോമിസിംഗ് ആണ്. ഇപ്പോൾ അതിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിലും അവർ ഡെറ്റ് ഫ്രീ രീതിയിലോട്ട് എത്തുന്നുണ്ട്. പിന്നെ ലാർജ് ഓർഡർ ബുക്ക് ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റലായി അതൊരു അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് കോസ്റ്റ് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്, ഒരു ലാർജ് ഓർഡർ ബുക്ക് ഉണ്ട്. ഇപ്പോൾ നോക്കുമ്പോഴായിട്ട് 6500 കോടിയുടെ ഓർഡർ ബുക്ക് ഉണ്ട്. റീസെൻ്റ്ലി പോലും അവർക്ക് വലിയ 2024 ലാർജസ്റ്റ് ഒരു ഓർഡറൊക്കെ കിട്ടി. പിന്നെ ഒരു ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം തന്നെ JP ചലസാനി. പിന്നെ നോക്കുമ്പോഴും ക്ലീൻ എനർജി എന്നുള്ളതിൻ്റെ ഒരു ഗവൺമെൻറ് ഇനീഷ്യേറ്റീവും ഇവർക്ക് വളരെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഇവർ വിൻഡ് എനർജിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ 32% മാർക്കറ്റ് ഷെയർ ഈ കമ്പനിക്കുണ്ട്. പിന്നെ റീസെൻ്റ്ലി നോക്കുമ്പോഴും ഒരു 14% ഈ ഓഹരി ഉയർന്നിട്ടുണ്ട്. 14 രൂപ കിടന്ന ഓഹരിയാണ് ഇപ്പോൾ ഈ 53 നിലവാരങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഏകദേശം 400% ഒരു 4 times റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട്. പ്രൊമോട്ടർ ഹോൾഡിങ്സ് ഒക്കെ 2005 73-75% ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ 13-14 ആ റേഞ്ചിലേ ഉള്ളൂ, മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷേ മ്യൂച്വൽ ഫണ്ടുകളുടെ ഭാഗത്തും അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഒരു അഗ്രസീവായിട്ട് ബൈ നമുക്കിതിൽ കാണാൻ കഴിയും. അപ്പം എപ്പോഴും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു സ്റ്റേക്ക് കൂടുകയും കുറയുകയൊക്കെ ചെയ്ത് നമുക്ക് ചില ക്ലൂകൾ തരുന്നൊരു കാര്യമാണ്. കാര്യം ഒരു സാധാരണക്കാരന് ഇതെങ്ങനെ, അതായത് DSൻ്റെ FISൻ്റെയും ഒരു ഓഹരിയിൽ വരുന്ന ഒരു സ്റ്റേക്കിൻ്റെ വർധനവിനെയും കുറവിനെയും നമുക്ക് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാന്നുള്ള ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സാധാരണക്കാരെക്കാട്ടും കൂടുതൽ വലിയ ഡാറ്റ ഇവർക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഇവർക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഒരു കമ്പനിയെ പറ്റി ആഴത്തിൽ ഒരുപാട് ഡാറ്റ ഇവർക്ക് നമ്മളെക്കാട്ടും കൂടുതൽ ലഭിക്കുന്നതാണ്. അപ്പം അതൊരു സാധാരണക്കാരനെക്കാട്ട് കൂടുതൽ അപ്പോൾ അവർക്ക് ആ ഒരു കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ മാത്രമല്ല കമ്പനിയെ സംബന്ധിച്ചുള്ള കുറച്ചുകൂടെ കോൺഫിഡൻറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെയായിരിക്കും ഇവർ തീരുമാനമെടുക്കുന്ന ഒരു കമ്പനിയിൽ പ്രവർത്തിക്കണോ വേണ്ടത്. പിന്നെ മാത്രമല്ല ഇവർ വളരെ വലിയ ക്വാണ്ടിറ്റി തന്നെ ബൈ ചെയ്യുക അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്നതും കൊണ്ട് തന്നെ ഇപ്പോൾ ബൈ ചെയ്യുന്ന കാര്യം ബൈ ചെയ്യുന്നത് പറയുമ്പോൾ പെട്ടെന്ന് എടുത്തൊന്നും വിറ്റിട്ട് പോകാൻ കഴിയത്തില്ല. അപ്പം കമ്പനിയെ പറ്റി ഒരു ഫോർസി ചെയ്യാൻ പറ്റുന്ന ഒരു നിയർ ഫ്യൂച്ചർ എങ്കിലും വളരെ ഇതാണെന്ന് പ്രോമിസിംഗ് ആണെന്ന് തോന്നിയിട്ടില്ല അവർ സ്വാഭാവികമായിട്ടും പറയത്തുള്ളൂ. പിന്നെ ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വരുമ്പോൾ ആ കമ്പനിയുടെ ഒരു ഓഹരി വിലയിൽ ഒരു സ്റ്റെബിലിറ്റി നൽകുന്ന കാര്യങ്ങളാണ്. അപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി മാർച്ച് ക്വാർട്ടറിൽ പോലും ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 23.99% ആയിരുന്നു 25.88%, നിയർലി 2% വർധനം ഉണ്ടായിട്ടുണ്ട്. FISലും വർധനയുണ്ട് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. മ്യൂച്വൽ ഫണ്ട് സ്കീംസും വർദ്ധിക്കുന്നതായിട്ട് കാണാം, അതായത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ്. അപ്പം നോക്കുമ്പോൾ കമ്പനിയുടെ ഭാഗത്ത് ഇപ്പോൾ റവന്യൂ ഇപ്പോൾ 73% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വിൻഡ് ടർബൈൻ്റെ ഇതിൽ നിന്നാണ്. 27% ഓപ്പറേഷൻ ഇത് കാര്യങ്ങൾ. ഇപ്പോൾ ഇവരൊരു വിൻഡ് എനർജി സൊല്യൂഷൻസ് പ്രൊവൈഡറാണ്. ഗ്ലോബലി തന്നെ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. മാനുഫാക്ചറിങ് പ്ലാന്റുകളുണ്ട് 14 അതുപോലെ തന്നെ 8 റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. അത് ഇന്ത്യക്ക് പുറത്തുമുണ്ട്, ജർമ്മനി നെതർലാൻഡ്സിലൊക്കെ ഉണ്ട്. കമ്പനിയുടെ ഒരു നോക്കുമ്പോൾ ഇപ്പോൾ ഒരു പ്രോമിസിംഗ് ആയിട്ടൊരു ഫ്യൂച്ചർ കാണാൻ പറ്റും. ഈ അടുത്ത് കുറേ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വന്നിട്ടുണ്ട്. ബാക്കി ഈ പറഞ്ഞ കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു സമയത്ത് പ്രോമിസിംഗ് ആയിട്ട് നിന്നു, പിന്നെ ഡെറ്റ് കടം കൂടി ഒരു തകർച്ചയുടെ വക്കിൽ നിന്ന് അവിടെ തിരിച്ചു വരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ലാന്ന് നമുക്കിപ്പോൾ എന്തെങ്കിലും പറയാൻ കഴിയൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനിയും മുന്നോട്ട് ഇതേ നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കയറി വരും. ഇതാണ് നമുക്ക് ഇതിനകത്ത് നെല്ലുത്തി രീതിയിൽ പറയാൻ കഴിയുന്നത്. സുസ്ലോൺ എനർജിയുടെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ്. ശിവദേവ്, എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നമസ്കാരം. നമ്മൾ ഇന്ന് അടുത്തതായി എടുത്തിരിക്കുന്ന ഓഹരി സുസ്ലോൺ എനർജിയാണ്. നമുക്ക് ഈ ഒരു ഓഹരിയുടെ ഡെയിലി ടൈം ഫ്രെയിം ആദ്യം ഒന്ന് നോക്കാം. ഈ ഒരു സ്റ്റോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു ഹയർ ലോ ഫോർമേഷൻ ചെയ്ത് വരുന്ന ഒരു ഓഹരിയാണ് ഇതെന്ന് കാണാം. ഇത് ഡെയിലി ടൈം ഫ്രെയിം ആണ്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ EMA 20 ലെവലിൽ നിന്ന് സ്റ്റോക്ക് ജൂൺ 5-ാം തീയതി സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ജൂൺ 4-ാം തീയതിയിലെ ക്രാഷിന് ശേഷം സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ വിസിബിൾ ആയിട്ടുള്ളത്. ഷോർട്ടായിട്ടുള്ള ഒരു മൂവിങ് ആവറേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് EMA 10 ലെവലിൽ നിന്നും സ്റ്റോക്ക് സപ്പോർട്ട് നേടുന്നതായിട്ട് കാണാം. കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് അത്തരത്തിൽ സപ്പോർട്ട് നേടിയാണ് സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നത്. നിലവിലും ഫ്രൈഡേ ഇന്നിപ്പോൾ ആ ഒരു ലെവലിന് മുകളിലാണുള്ളത്. ഇന്നലെ ആ ഒരു ലെവലിൽ നിന്നും ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതേ സ്റ്റോക്ക് തന്നെ നമ്മളിതിൻ്റെ ഒരു വോളിയം പരിശോധിക്കുകയാണെങ്കിൽ താരതമ്യേന മോശമില്ലാത്ത ഒരു വോളിയമുള്ള
സ്റ്റോക്കാണിത്. ശരാശരിയിലധികം വോളിയത്തോടു കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ട്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതേ സ്റ്റോക്ക് തന്നെ നമ്മളൊരു വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ എത്തരത്തിലാണ് അതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പാറ്റേൺ ഫോർമേഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു രീതിയിൽ ഒരു W പാറ്റേൺ ഫോം ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് ഇവിടെ കാണാം. ഒരു അപ് ട്രെൻഡ് മൂവ്മെൻറ്റ് തന്നെയാണ് നമുക്ക് വീക്ക്ലി ചാർട്ടിൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ട്രെൻഡ്, സപ്പോർട്ട്, അതേപോലെ റെസിസ്റ്റൻസ് നമ്മൾ വീക്ക്ലി ലെവലിൽ കൂടെ ഒന്ന് നോക്കുകയാണെങ്കിൽ നിലവിൽ ഈ ഒരു ലെവലിലാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. സ്ട്രോങ് ആയിട്ടുള്ളൊരു സോണാണ് 45 രൂപ എന്നുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാം, നമ്മൾ ആ ഒരു പ്രീവിയസ് ലെവലിലേക്ക് നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ റെസിസ്റ്റൻസ് സോൺസ് നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. ഇത് നിലവിലുള്ള ഒരു ലെവല് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുക, അതേപോലെ തന്നെ അതിന് ശേഷം അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ലെവലിൽ ഒരു ബ്രേക്ക് ചെറിയ ബ്രേക്ക് ഔട്ട് നേടിയിട്ടുണ്ട്. നിലവിൽ കഴിഞ്ഞ ദിവസം ഒരു ബ്രേക്ക് ഔട്ട് നേടി. നമ്മൾ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് സ്റ്റോക്ക് ഒരു പുൾ ബാക്കിലേക്ക് എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമാണ്, അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ട്രേഡിംഗ് ഡ്യൂറേഷൻ അനുസരിച്ച് ചാർട്ടുകൾ മാറി മാറി ഉപയോഗിക്കുക. പിന്നെ പ്രകാശ്, ഹഡ്കോയുടെ ഫണ്ടമെൻ്റൽ സൈഡ് എങ്ങനെയുണ്ട്? എന്താണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ചർച്ച ചെയ്യാനുള്ള കാരണം? ഹഡ്കോ ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. അപ്പം PSU സ്റ്റോക്കുകൾക്ക് ഓൾറെഡി ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഹൗസിംഗ് അർബൻ ഡെവലപ്മെൻറ്റ് ആൻഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇതാണ് കമ്പനിയുടെ ഒരു പൂർണ്ണരൂപം. പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇപ്പം 281 നിലവാരങ്ങളാണ് ഓഹരി ട്രേഡ് ചെയ്യപ്പെടുന്നത്. 300-ൽ ഒരു 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഓൾ ടൈം ഹൈ തന്നെയാണ് ഷെയറിൻ്റെയും. 56 രൂപയിൽ കഴിഞ്ഞ വർഷം ഈ 56 രൂപ നിലവാരങ്ങളിൽ നിന്ന കമ്പനിയാണ്. അവിടെ നിന്നാണ് ഇത്രയും ഉയർന്നു വന്നത്. കമ്പനിയുടെ ഒരു 75% ഓഹരികളും കീപ്പ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കൈവശം വെച്ചിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെയാണ്. ഇപ്പം ഈ അർബൻ ഹൗസിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അർബൻ ഇൻഫ്രാസ്ട്രക്ചർ, ഹൗസിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകളിലും കാര്യങ്ങളും ഫിനാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു മുഖ്യ ഉത്തരവാദിത്തം അല്ലെങ്കിൽ മുഖ്യ ഒരു കർത്തവ്യം. അപ്പം അതിൻ്റെ തന്നെ ഒരു വശം നമ്മൾ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട 2 സ്റ്റേറ്റുകളിലേക്കാണ് കൂടുതൽ ഇവർക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രോജക്റ്റ് പോയുള്ളൂ. ഒന്ന് തെലങ്കാനയും ഒന്ന് ആന്ധ്രാപ്രദേശുമാണ്. ഇതിൻ്റെ ഈ കമ്പനീസ് പറ്റി പറയുന്ന ഏറ്റവും പോസിറ്റീവായിട്ട് സൈഡ് എന്ന് പറയുന്നത് വേണം, ചിലരതിനെ നെഗറ്റീവായിട്ട് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പക്ഷേ നമുക്ക് റിസ്കിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ ലോ റിസ്ക് ആയിട്ടുള്ള പ്രൊഫൈലുള്ള ഒരു കമ്പനിയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവർ കൂടുതലും പ്രോജക്റ്റുകൾക്ക് അല്ലെങ്കിൽ സർവീസ് ചെയ്യുന്ന ഗവൺമെൻറ് ഏജൻസീസും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണ്ടി ആയിട്ടുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ അതിൽ നിന്നുള്ള കിട്ടുന്ന ഒരു റിസ്ക് ഘടകം വളരെ താരതമ്യേന കുറവാണ്. ഒരു സൈഡിൽ നിൽക്കുന്ന ഗവൺമെൻറ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ലോ റിസ്ക് പ്രൊഫൈൽ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ 2023 ഡിസംബർ വരെയുള്ള ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഗ്രോസ് NPA ഒരു ധനകാര്യ മേഖല പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ച് അവരുടെ വർക്കിങ്ങിൻ്റെ ക്വാളിറ്റിയും അവരുടെ സ്ട്രെങ്തും ഒക്കെ അറിയാൻ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന അവരുടെ NPA റേഷ്യോ നോക്കുമ്പോഴാണ്, കിട്ടാക്കടത്തിൻ്റെ അല്ലെങ്കിൽ നിഷ്ക്രിയ ആസ്തിയുടെ ഇത് നോക്കുമ്പോഴാണ്. ഇപ്പോൾ ഈ ഹഡ്കോഡ് നോക്കുമ്പോൾ ഗ്രോസ് NPA എന്ന് പറയുന്നത് 0.70% ആണ്. ഇതേ സെക്ടറിൽ അല്ലെങ്കിൽ ഇതേ ഡൊമൈനിൽ വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് കമ്പനീസ് കൗണ്ടർ ഇതായിട്ടുള്ളവരുടെ നോക്കുമ്പോൾ അല്ലെങ്കിൽ കോമ്പറ്റേഴ്സ് ആയിട്ടുള്ളത് നോക്കുമ്പോൾ അത് 2.42 ആണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഈ ലോ റിസ്ക് എന്നുള്ള ഒരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പം പിന്നെ ഇതുപോലെ തന്നെ കൺസൾട്ടിങ് സേവനം നൽകുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ട്. ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾക്ക് വേണ്ടി, വലിയ മെഗാ പ്രോജക്റ്റുകൾക്ക് വേണ്ടി കൺസൾട്ടൻസി സേവനങ്ങൾ ഇവർ നൽകുന്നുണ്ട്. പിന്നെ ഇത് പറയുകയാണെങ്കിൽ ഇവർ ബോറോയിങ് പ്രൊഫൈൽ നോക്കുമ്പോഴും ടാക്സ് ഫ്രീ ബോൺസിൽ നിന്നാണ് 21% ഇവർ ഫണ്ട് സ്വരൂപിക്കുന്നത്. ടാക്സിബിൾ ബോണ്ടിൽ നിന്ന് 16% ഉണ്ട്. പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫുള്ളി സർവീസ് ചെയ്യുന്ന ബോണ്ടുകളുണ്ട്, അതാണ് 31%. പിന്നെ ഒരു മീഡിയം ടൈം ലോണായിട്ട് ബാങ്കിൽ 25% ഇത് റൈസ് ചെയ്യുന്നുണ്ട്. ഷോർട്ട് ടൈം ആയിട്ട് 4% ഉണ്ട്. നോക്കുമ്പോൾ ഒരു ആവറേജ് ആയിട്ട് ഇവർക്കൊരു കോസ്റ്റ് ഓഫ് ബോറോയിങ് എന്ന് പറയുന്നത് 7.17% ആണ്. നവരത്ന സ്റ്റാറ്റസ് റീസെൻ്റ്ലിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഓരോരോ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുമ്പോഴാണ് മിനി രത്ന, നവരത്ന, മഹാരത്ന എന്നൊക്കെയുള്ള ഗവൺമെൻറ് ഒരു സ്റ്റാറ്റസ് കിട്ടുന്നത് പബ്ലിക് സെക്ടർ കമ്പനികൾക്ക്. അപ്പോൾ ആ നവരത്ന സ്റ്റാറ്റസ് റീസെൻ്റ്ലി കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്തിനെ പറ്റി നമുക്ക് നിലവിൽ ആശങ്കപ്പെടേണ്ടതില്ല. ഗവൺമെൻറ് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യുന്നൊരു മെക്കാനിസമാണ്, വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ റീസെൻ്റ്ലി അതൊരു നവരത്ന സ്റ്റാറ്റസ് കിട്ടിയിട്ടുള്ളതിന് കമ്പനിയുടെ പെർഫോമൻസിനെയും അതായത് ഫിനാൻഷ്യലായിട്ട് ഓപ്പറേഷനായിട്ടുള്ള പെർഫോമൻസിനെയും കാണിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. പൈട്രോസ്കി സ്കോർ നോക്കുമ്പോൾ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന പൈട്രോസ്കി സ്കോർ നോക്കുമ്പോൾ 6 ആണ്.
അതെന്ന് പറഞ്ഞാൽ റവന്യൂ 3% അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഒക്കെ 10% മാർജിനലായിട്ടൊരു ഗ്രോത്ത് കാണിക്കുന്നുണ്ടുള്ള ഇത് വരുന്നതാണ്. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ പിന്നെ ഡിവിഡൻഡ് ഈൽഡ് 1.37% ആണ്. നിലവിലെ സ്റ്റോക്ക് പ്രൈസിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വെച്ചിട്ടാണ് ഈ പറയുന്നത് 1.37% എന്ന് പറയുന്നത്. ഒരു ഭേദപ്പെട്ട നിലവാരം തന്നെയാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിവിഡൻഡ് നൽകുന്നൊരു കമ്പനിയാണ്. ബുക്ക് വാല്യൂ നോക്കുമ്പോൾ 883 ഉണ്ട്. പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ നോക്കുമ്പോൾ 26 ആണ്. ഇച്ചിരി കൂടുതലാണ്. പക്ഷേ എന്നിരുന്നാലും കമ്പനിയുടെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഫണ്ടമെൻ്റൽ സ്ട്രോങ് തന്നെയാണ്. റീസെൻ്റ്ലി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും അഗ്രസീവായിട്ട് ഈ സ്റ്റോക്ക് ബൈ ചെയ്യുന്നതായിട്ട് കാണാം. മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ എണ്ണം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാം. മൊത്തത്തിൽ ഈ ഒരു പബ്ലിക് സെക്ടർ പിന്നെ മുന്നോട്ട് നോക്കുമ്പം മോദി 3യുടെ ആദ്യം വന്ന പ്രഖ്യാപനങ്ങളൊന്നും പുതിയതായിട്ട് 3 കോടി വീടുകൾ നൽകുമെന്നാണ്. അതിനോടനുബന്ധിച്ച് അതിൻ്റെ ഒരു വിഹിതം അല്ലെങ്കിൽ ഒരു നേട്ടം കിട്ടാൻ പോകുന്നൊരു കമ്പനിയാണ്. പിന്നെ ഈ കമ്പനീസ് പ്രധാനമായിട്ടും നിയർ ടൈമിലേക്കുള്ള പ്രധാന ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ബജറ്റാണ്. ബജറ്റിൽ എൻ്റെ അകത്ത് നിന്ന് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാനുണ്ട്. അതിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ കൂടുതൽ നേട്ടങ്ങളിലേക്ക് പോകാൻ കമ്പനിക്ക് കഴിയും. ഇല്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത്രയും ഒരു റാലി ചെയ്തിട്ടുള്ളൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ ആ ബജറ്റിനോട് അനുബന്ധിച്ചിട്ടുള്ള തിരുത്തലോ കാര്യങ്ങളൊക്കെ സംഭവിക്കാനുണ്ട്. അത് വരാനിരിക്കുന്നതേ ഉള്ളൂ, ഇനി സമയമുണ്ട്. പക്ഷേ എന്നോട് ചോദിച്ച ചോദ്യം വെച്ചാൽ ഫണ്ടമെൻ്റൽസ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പനി തന്നെയാണ് ഹഡ്കോ. ഹെഡ്കോയുടെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും വിശദീകരിക്കാൻ നമുക്ക് ശിവദേവിലേക്ക് പോകാം. ശിവദേവ്, ഹെഡ്കോയെക്കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? നമ്മൾ ഇന്ന് ഇവിടെ ഹഡ്കോയുടെ ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇത് ട്രേഡിംഗ് വ്യൂവിലെ ഡേ ടൈം ഫ്രെയിം ആണ്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ കാണാം സ്റ്റോക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അപ് ട്രെൻഡ് മൂവ്മെൻറ്റിലുള്ള ഒരു സ്റ്റോക്കാണ്. ഒരു ഡിസംബർ 2023 മുതൽ തന്നെ ഒരു അപ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് സ്റ്റോക്ക് ഒരു കൺസോളിഡേഷനിലേക്ക് പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ലെവൽ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. ഈ ഒരു ക്യാൻഡിലിൻ്റെ ടോപ്പ് നമ്മളൊന്ന് മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു കൺസോളിഡേഷൻ റേഞ്ച് ഒന്ന് മാർക്ക് ചെയ്യണം. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 274-300 രൂപ റേഞ്ചിലാണ് സ്റ്റോക്കിന് കൺസോളിഡേഷൻ ഉള്ളത്. അപ്പം ഇവിടെ നിന്ന് ഇവിടെ ഒരു സോണായിട്ട് നമുക്കിത് മാർക്ക് ചെയ്യാം. ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. നമ്മൾ EMI നോക്കുകയാണെങ്കിൽ EMI 20 ലെവലിൽ നിന്ന് ജൂൺ 10-ാം തീയതി സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തു. ഇപ്പോൾ ആ ലെവലിൽ നിന്ന് കുറച്ച് ഗ്യാപ്പിലാണ് നിൽക്കുന്നത്. അതേസമയം നമ്മൾ കുറച്ചും കൂടെ ഷോർട്ടായിട്ടുള്ളൊരു മൂവിങ് ആവറേജ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഈ ഒരു വീക്കിൽ EMI 10 സ്റ്റോക്കിന് സപ്പോർട്ട് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. ഇതേ സ്റ്റോക്കിനെ നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നോക്കാം. നമ്മൾ ആ ഡെയിലി ടൈം ഫ്രെയിമിൽ കണ്ട ഒരു ലെവൽ തന്നെയാണ് നമുക്കിവിടെ സപ്പോർട്ട് അതേപോലെ തന്നെ റെസിസ്റ്റൻസ് കിട്ടിയിരിക്കുന്നത്. ഇവിടെയും ഒരു ചെറിയ കൺസോളിഡേഷനിലേക്ക് 2 ആഴ്ചയായിട്ട് സ്റ്റോക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലെ ലെവലുകൾ പരിഗണിച്ച് മാത്രം ഈ ഒരു ഓഹരി ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കേണ്ടത്, ഇപ്പോൾ ഇതൊരു നമ്മൾ ഈ കമ്പനിയുടെ അല്ലെങ്കിൽ ഇത്തരം ഓഹരികളുടെ ഫണ്ടമെൻ്റൽ സൈഡും ടെക്നിക്കൽ സൈഡും നമ്മൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു റെക്കമെൻഡേഷൻ എന്നുള്ള രീതിയിലല്ല. കൂടുതലും ഈ കമ്പനിയെ പറ്റി പ്രേക്ഷകർക്കായാലും നിക്ഷേപകർക്കായാലും മനസ്സിലാക്കാൻ നമ്മൾ സഹായിക്കുക എന്നുള്ള കാര്യമാണ് ചെയ്യുന്നത്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. പക്ഷേ കമ്പനിയെ സംബന്ധിക്കുന്ന കമ്പനിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ ഇൻഫർമേഷൻ പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ നിക്ഷേപകർക്ക് എന്തെങ്കിലും രീതിയിൽ സംശയമുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് സെബി രജിസ്റ്റേർഡുള്ള മാർക്കറ്റ് അനലിസ്റ്റുകളുടെ അടുത്താണ് സേവനം തേടേണ്ടത്. ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ കമ്പനിയെ കൂടുതൽ പരിചയപ്പെടുത്തുക, എങ്ങനെ സ്റ്റോക്കിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റും, ആ ഇൻ്റർപ്രിട്ടേഷനൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഭാഗത്തു നിന്നും ചെയ്യുന്നത്. സുസ്ലോൺ എനർജിയെക്കുറിച്ചും ഹഡ്കോയെക്കുറിച്ചുമാണ് വാച്ച് ലിസ്റ്റ് ഇന്ന് വിശദമാക്കിയത്. ഇന്നത്തെ എപ്പിസോഡ് പ്രേക്ഷകർക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഏതെങ്കിലും ഓഹരികളെക്കുറിച്ച് വിശദമായി അറിയണമെങ്കിൽ അവ കമൻ്റായി നൽകാം. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.